ഹലോ കൂട്ടുകാരെ, കൽക്കി 2898 എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഒന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ദയവായി നിങ്ങൾ ഈ ഒരു മൂവി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂവി കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവായിട്ട് ആ ഒരു മൂവി കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് കോംപ്ലക്സ് എന്താണെന്നും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പടത്തിന്റെ ലെവലേ അങ്ങോട്ട് മാറുന്നതായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തിയേറ്ററിൽ പോയി മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമ നടക്കുന്നത് പറഞ്ഞാൽ 874 വർഷങ്ങൾക്കപ്പുറമാണ്. അതായത് 2898 AD-ലാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ നിലവിൽ ജീവിക്കുന്നത് AD 2024-ലാണ്. നമ്മൾ ഈ AD 2898-ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക മനുഷ്യന്മാർ കൂടുതൽ മോഡേൺ ആവും, ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഗാലക്സി മുഴുവനും അടക്കി വയ്ക്കുന്നത് മനുഷ്യന്മാരായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിന് പകരമായിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഭൂമി വറ്റി വരണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ റിസോഴ്സസ് മുഴുവനും ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ട് പോവുകയാണ്. അവിടെയുള്ള മനുഷ്യരാണെങ്കിൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇനി കോംപ്ലക്സ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞുതരാം. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ പിരമിഡ് തിരിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതിനെയാണ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതായത് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭൂമിയിൽ അവശേഷിക്കുന്ന വെള്ളം, മരങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ തുടങ്ങിയതെല്ലാം ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരും. അതിനെയാണ് ഇവിടെ കോംപ്ലക്സ് എന്ന് കാണിക്കുന്നത്. നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ആ സ്ഥലത്തേക്ക് പ്രഭാസും ദിശ പട്ടാണി പോകുന്നതും അവരെ അവിടെ നിന്ന് പുറത്താക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ സിനിമയിൽ പ്രഭാസിന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ തന്നെ കോംപ്ലക്സിൽ എത്തിച്ചേരുക എന്നതാണ്. അതിനുവേണ്ടി പൈസ ഉണ്ടാക്കുക, അതിനുവേണ്ടി അവർക്ക് വേണ്ടി ജോലി ചെയ്യുക, അതാണ് പ്രഭാസും ബാക്കിയുള്ളവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിലുള്ള ആളുകളിലേക്ക് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് കോംപ്ലക്സിലേക്ക് എത്തിച്ചേരുക എന്നുള്ള കാര്യമാണ്. അതായത് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നിനും ഒരു കുറവുമില്ല. ഇഷ്ടംപോലെ ഭക്ഷണം, വെള്ളം, എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് പൈസ ഉണ്ടാക്കി അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ഒരാളുടെ കയ്യിൽ 1 മില്യൺ ഉണ്ടെങ്കിൽ അയാൾക്ക് കോംപ്ലക്സിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇത് സമ്പാദിക്കാനായിട്ട് മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ട്, സ്ത്രീകളെയും കുട്ടികളെയൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോംപ്ലക്സിലുള്ള അധിപന്മാർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിലുള്ള ആൾക്കാരൊക്കെ. അങ്ങനെ പൈസ ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലാണ് പ്രഭാസ്. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ അവസ്ഥയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി ആകെ വറ്റി വരണ്ട് മരുഭൂമിക്കാനും കഷ്ടത്തിലാണ് നമ്മുടെ ഭൂമിയുടെ അവസ്ഥ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ആ ഒരു കോംപ്ലക്സിന്റെ ഏറ്റവും മുകളിലായിട്ട് വേറൊരു തലമുണ്ട്. അവിടെയാണ് ഈ സിനിമയിൽ കാണിക്കുന്ന സുപ്രീം എന്ന കഥാപാത്രം, അതായത് നമ്മുടെ കമലഹാസൻ സാർ അവതരിപ്പിച്ചിട്ടുള്ള സുപ്രീം എന്ന കഥാപാത്രം താമസിക്കുന്നത്. ആ ഒരു രീതിയിലാണ് നമ്മൾ അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണുന്നത്. കോംപ്ലക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ പച്ചപ്പും എല്ലാ കാര്യങ്ങളൊക്കെ വലിച്ചെടുത്ത് അവിടേക്ക് കൊണ്ടുപോകുക എന്ന കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ ഇന്ന് കോംപ്ലക്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിൽ കാണിക്കുന്ന നഗരം എന്ന് പറയുന്നത് കാശിയാണ്. ഈ ലോകത്തിലെ ആദ്യത്തെ നഗരവും അവസാനത്തെ നഗരവും കാശിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കാശിയിൽ ജീവിക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടാൻ തന്നെ പ്രയാസമായിട്ട് മാറിയിരിക്കുന്നു. അവിടെയാണ് ഈ പ്രഭാസം ബാക്കിയുള്ളവരെല്ലാം ജീവിക്കുന്നത്. ഇനി നമ്മൾ സുപ്രീം ആരാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോംപ്ലക്സിന്റെ തലവനാണ് സുപ്രീം എന്ന് കാണിച്ചിരിക്കുന്നത്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തെ ബേസ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അത്തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സുപ്രീം എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമുക്ക് മഹാഭാരതത്തിൽ കാണാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ പിന്നെ ആരാണ് ഈ സുപ്രീം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫിക്ഷണൽ ക്യാരക്ടറായിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഈ സിനിമയിലെ പേര് പോലെ തന്നെ കൽക്കി എന്ന അവതാരമായിട്ട് മാറുന്നത് സുപ്രീം എന്ന ക്യാരക്ടറാണ്. അതിന്റെ കാരണം എന്താണെന്നുള്ള കാര്യമൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ അവസാന ഭാഗത്ത് പറയുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട്. സോ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുക. അതുപോലെ തന്നെ സിനിമയിൽ പ്രോജക്ട് കെയെ പറ്റി പറയുന്നുണ്ട്. എന്താണ് പ്രോജക്ട് കെ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകളെ കുട്ടികളൊക്കെ ഇവർ പിടിച്ചോണ്ട് പോയിട്ട് ഇവരാണെങ്കിൽ അവിടുത്തെ ഒരു ലാബിലിട്ട് ഇവരെ പരീക്ഷണ വസ്തുവാക്കുകയാണ്. ഈ പെൺകുട്ടികളാണെങ്കിൽ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ നിന്ന് സെറം എന്ന സാധനം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അത് എന്തിനാണ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് തുടക്കത്തിൽ മനസ്സിലാവത്തില്ല. സിനിമയുടെ അവസാന ഭാഗമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നത്. ഈ പ്രോജക്ട് കെയുടെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 150 ദിവസം സർവൈവ് ചെയ്യുന്ന സെറമുള്ള പെൺകുട്ടിയാണ് ഇവിടെ പവർഫുൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടികളുടെ ബോഡിയിൽ നിന്ന് സെറം എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവരെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും അവർ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു മെഷീൻ ഇവരെ പുറന്തള്ളുന്നത് ഒരു ചെറിയൊരു ടണലിലൂടെ നേരെ പോയി വീഴുന്നത് ഒരു തീ കത്തുന്ന സ്ഥലത്തേക്കാണ്. അവിടെ പോയിട്ട് ആ ഒരു ബോഡി ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത സിനിമയിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ശംബാര എന്ന് പറയുന്നത്. അപ്പോൾ ശംബാര എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അദൃശ്യമായിട്ടുള്ള സ്ഥലമാണ്. അവിടേക്ക് അങ്ങനെ ആൾക്കാർക്ക് പെട്ടെന്ന് എത്തിച്ചേരാണ്ട് സാധിക്കത്തില്ല. അവിടെയാണെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവരാണെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ശംബാര കണ്ടെത്താനായിട്ട് ഈ കോംപ്ലക്സിലുള്ള ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ശംബാരയിലുള്ള ആൾക്കാരാണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അകത്തേക്ക് കയറാനുള്ള വഴി ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതൊരു ഹിഡൻ ആയിട്ടുള്ള വഴിയാണ്. ലോകത്ത് ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു വഴിയാണത്. അതുപോലെ തന്നെ ശംബാര എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിലുള്ള ഒരു സ്ഥലമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു സ്ഥലത്താണ് നമ്മൾ ശോഭന എന്ന ക്യാരക്ടറിനെ കാണുന്നത്. ശോഭനയാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള അധികാരി അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ നമുക്ക് പറയാം. അപ്പോൾ അവിടെയും വലിയ ടെക്നോളജിയും സൈന്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭൂമിക്കടിയിൽ ഖനനം ചെയ്യുന്ന സമയത്ത് ഒരു രത്നം കിട്ടുകയാണ്. അതാണെങ്കിൽ ഈ കുട്ടിയുടെ കയ്യിലേക്ക് എത്തുകയാണ്. അങ്ങനെ കോംപ്ലക്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ കുട്ടിയെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ആ കുട്ടിയിട്ട് ഓടിക്കുകയാണ്. അങ്ങനെ കുട്ടി ഓടുന്ന വഴിക്ക് ഭൂമിക്കടിയിൽ ഒരു ക്ഷേത്രം ഒരു സ്ഥലമുണ്ട്. അവിടേക്കാണെങ്കിൽ വീണു പോവുകയാണ്. അവിടെ വെച്ചിട്ടാണ് ഈ കുട്ടി ഈ സിനിമയിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള അശ്വതാത്മാവിനെ കാണുന്നത്. അങ്ങനെ ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ എല്ലാം അശ്വതാത്മാവ് അടിച്ചു പരത്തുകയാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് അശ്വതാത്മാവ് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ രക്തം കണ്ടെത്തുകയാണ്. അങ്ങനെ പുള്ളിക്കാരനാണെങ്കിൽ ആ രക്തം എടുത്ത് പുള്ളിയുടെ നെറ്റിയിലേക്ക് വെക്കുകയാണ്. അപ്പോൾ തന്നെ അശ്വതാത്മാവ്
അശുദ്ധാത്മാവ് അവിടെ പവർഫുൾ ആയിട്ട് മാറുകയാണ്. അങ്ങനെ ആ രത്നം കൊണ്ട് പവർഫുൾ ആയി മാറുന്നതിന് ഒരു കാരണമുണ്ട്. എന്താണ് ആ രത്നം, എങ്ങനെയാണ് അശുദ്ധാത്മാവിന് ആ ഒരു രത്നം കൊണ്ട് പവർഫുൾ ആയി മാറാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യത്തെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ അശ്വത്ഥാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവന്റെ മറ്റൊരു അവതാരമാണ്. ശിവൻ നേരിട്ട് അനുഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയാണ് അശ്വത്ഥാമാവ്. അതുകൊണ്ട് തന്നെ ആ കല്ല് അശ്വത്ഥാമയുടെ നെറ്റിയിലുള്ളത് കൊണ്ട് തന്നെ എന്ത് യുദ്ധം വന്നാലും എന്ത് മന്ത്രതന്ത്രങ്ങൾ ഇദ്ദേഹത്തിന് നേരെ പ്രയോഗിക്കാൻ വന്നാലും പുള്ളിക്കാരന്റെ നെറ്റിയിൽ ആ ഒരു കല്ലുള്ളത് കൊണ്ട് തന്നെ പുള്ളിയാണെങ്കിൽ എല്ലാ യുദ്ധങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വിജയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അശ്വത്ഥാമനെ അത്രയും പവർഫുൾ ആയിട്ട് കാണിക്കുന്ന ഒരു കല്ലായിരുന്നു പുള്ളിയുടെ നെറ്റിയിൽ ഉണ്ടായിരുന്നത്. ആ ഒരു കല്ലാണ് സിനിമയിൽ ആ കുട്ടി വഴി പുള്ളിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളത്. ഈ കല്ല് വെച്ചപ്പോൾ തന്നെ ആ ഒരു മുറിവും കാര്യങ്ങളൊക്കെ ഹീലായി മാറി പുള്ളിക്കാരനാണെങ്കിൽ പവർഫുൾ ആയിട്ട് മാറുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. എങ്ങനെയാണ് അശ്വത്ഥാമാവന്റെ ആ ഒരു കല്ലൊക്കെ പോയി പവറൊക്കെ പോയി ഈ ഒരു രീതിയിലൊക്കെ മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് കൃഷ്ണന്റെ ഒരു ശാപം അശ്വത്ഥാമാവനെ ഏൽക്കുന്നുണ്ട്. കലിയുഗത്തിന്റെ അന്ത്യം വരെ പുള്ളിക്ക് മരണമില്ല എന്ന രീതിയിൽ ഒരു ശാപം കിട്ടുന്നുണ്ട്. അശ്വത്ഥാമാവിന്റെ കയ്യിൽ നിന്ന് പറ്റിയുള്ള മിസ്റ്റേക്ക്, അതായത് ഉത്തരയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവം കാരണം കൃഷ്ണനാണെങ്കിൽ അശ്വത്ഥാമാവിനെ ശപിക്കുകയാണ്. അങ്ങനെ അശ്വത്ഥാമാവിന് ശക്തികളൊക്കെ നഷ്ടപ്പെട്ട് ഭൂമിക്കടിയിലെ ഒരു ക്ഷേത്രത്തിൽ താമസിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവിടേക്കാണ് ഈ കുട്ടി എത്തുന്നതും ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ രത്നം തിരിച്ചു കിട്ടുന്നതും അശ്വത്ഥാമാവിന് തിരിച്ച് ആ ഒരു പവർ എല്ലാം കിട്ടുന്നതൊക്കെ. കലിയുഗത്തിൽ കൃഷ്ണനാണെങ്കിൽ കൽക്കി എന്ന അവതാരമായിട്ട് മാറുന്ന സമയത്ത് ആ ഒരു അവതാരത്തിന്റെ പിറവി നാളുകളിൽ അതിനെ സംരക്ഷിക്കുക എന്ന ദൗത്യമാണ് അശ്വത്ഥാമാവിന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ കൽക്കി എന്ന അവതാരം അവതരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഈ അശ്വത്ഥാമാവ് അതുപോലെ ശമ്പാരയുള്ള ആൾക്കാരും ഒക്കെ. അശ്വത്ഥാമാവാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ ഒരു സംഭവം നടക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും, അതായത് കൽക്കി എന്ന അവതാരം അവതരിക്കുന്ന സമയം ആകുമ്പോഴത്തേക്കും തന്റെ അടുത്തേക്ക് എത്തിച്ചേരുക, അതുപോലെ തന്നെ കുറെ സിമ്പിൾസും കാര്യങ്ങളൊക്കെ തന്റെ അടുത്തേക്ക് എത്തും. അങ്ങനെ അശ്വത്ഥാമാവിന് മനസ്സിലാകുകയാണ് ഈ കൽക്കി എന്ന അവതാരം പിറവി എടുത്തെന്നുള്ള കാര്യം. ഈ സിനിമയിൽ ദീപിക പതുക്കൊണ്ടാണെങ്കിൽ ഈ കോംപ്ലക്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അതായത് പ്രോജക്ട് കെയുടെ ഭാഗമായിട്ട് വരുന്ന പെൺകുട്ടികളെ സ്ത്രീകളെയൊക്കെ പരിചരിക്കുക സംരക്ഷിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് ദീപിക പതുക്കെ ഈ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദീപിക പ്രഗ്നന്റ് ആയിട്ട് മാറുന്നുണ്ട് ഈ സിനിമയിൽ. അതുവരെയ്ക്ക് ദീപികയുടെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആയിരുന്നു. എന്നാൽ ദീപിക പ്രഗ്നന്റ് ആയതിനു ശേഷവും ദീപികയുടെ റിസൾട്ട് നെഗറ്റീവ് തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് ദീപികയുടെ വയറ്റിൽ കൽക്കി എന്ന അവതാരം പിറവി കൊള്ളുന്നത്. അങ്ങനെ ദീപികയെ ആ ഒരു എക്സ്ട്രാക്ടിങ് പ്രോസസ്സിലേക്ക് കടത്തിക്കൊണ്ട് പോവുകയാണ്. 150 ദിവസം സർവൈവ് ചെയ്തിട്ടുള്ള ആദ്യത്തെ സ്ത്രീയാണ് ദീപിക. ഇതാണെങ്കിൽ കോംപ്ലക്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാർ അറിയുകയും ദീപികയാണെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ആ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആ മെഷീനുകൾ കാര്യങ്ങളൊക്കെ തകരാറിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ശമ്പാരയുള്ള ഒരു ഏജന്റ് ഉണ്ട്, അതായത് കോംപ്ലക്സിൽ വേഷംപാതി നടക്കുന്ന ഒരു ഏജന്റ് ഉണ്ട്. ആ ഒരു ഏജന്റ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങോട്ടേക്ക് വന്ന് ദീപികയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ദീപികയെ കൊണ്ടുപോകാനായിട്ട് ശമ്പാര എന്നുള്ള ആൾക്കാരാണ് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ദീപിക ഇറങ്ങി വരുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെയാണ് മസ്റ്റായിട്ട് കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ ദീപികയെ പുറത്തോട്ട് കൊണ്ടുവന്ന സമയത്ത് ആ പുറത്തോട്ട് കൊണ്ടുവന്ന പെൺകുട്ടിയാണെങ്കിൽ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് അന്നബിനാണെങ്കിൽ അവരുടെ വാഹനത്തിൽ ദീപികയെ കയറ്റി അവിടുന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ദീപികയെ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു തുള്ളി സെറം മാത്രമേ എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അന്നാബിനും ടീമും ആണെങ്കിൽ ദീപികനെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങനെ പോകുന്ന വഴിയിൽ കോംപ്ലക്സിലുള്ള സൈനിക്കാരെ ഇവരുടെ വാഹനം തടഞ്ഞു നിർത്തുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പരിശോധനയുടെ ഇടയിൽ അവർ ദീപികയെ കണ്ടെത്തുകയും അവിടെ പിന്നീട് ഭയങ്കര ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു ഫൈറ്റിനിടയിലാണെങ്കിൽ അന്നബിന് മരണപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണെങ്കിൽ സിനിമയിൽ വളരെ ഇമോഷണൽ ആയിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഒരു സന്ദേശം പോവുകയാണ്, ദീപികനെ പിടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഡയറക്റ്റ് ആയിട്ട്, അതായത് ആരാണ് പിടിച്ചു കൊടുക്കുന്നത് അവര് ഡയറക്റ്റ് ആയിട്ട് കോംപ്ലക്സിലേക്ക് കയറ്റുന്നതായിരിക്കും എന്ന രീതിയിൽ ഒരു സന്ദേശം കാര്യങ്ങളൊക്കെ പോവുകയാണ്. ആ ഒരു സന്ദേശം അറിഞ്ഞിട്ട് നമ്മുടെ പ്രഭാസ് അങ്ങോട്ടേക്ക് വരികയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രഭാസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് കോംപ്ലക്സിലേക്ക് എത്തിച്ചേരുക എന്നുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രഭാസ് ദീപികയെ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. പ്രഭാസ് വരുന്ന ബുജി എന്ന് പറഞ്ഞിട്ടുള്ള തന്റെ വാഹനത്തിലാണ്. അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ കോംപ്ലക്സിലുള്ള മറ്റു സൈനികരൊക്കെ ആണെങ്കിൽ ആ ഒരു വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്കും അശ്വത്ഥാമാവാണെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അശ്വത്ഥാമാവ് അങ്ങോട്ട് വന്നിട്ട് അവരെല്ലാം അടിച്ച് പരത്തുകയാണ്. പിന്നീട് അവിടെ നടക്കുന്നത് പറഞ്ഞാൽ പ്രഭാസ് അശ്വത്ഥാമാവും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്. അത് നമ്മൾ കാണേണ്ട ഒരു ഫൈറ്റ് തന്നെയാണ്. വേറൊരു ലെവലിൽ തന്നെയാണ് ആ ഒരു ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് അശ്വത്ഥാമാവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രഭാസ് ആണെങ്കിൽ പരാജയപ്പെട്ടു പോവുകയാണ്. അവിടെ വെച്ചിട്ട് പ്രഭാസിന്റെ വാഹനമായിട്ടുള്ള ബുജീനെയൊക്കെ ആണെങ്കിൽ അശ്വത്ഥാമാവ് 2 പാർട്സ് ആയിട്ട് മാറ്റുന്നുണ്ട്. അങ്ങനെ അശ്വത്ഥാമാവും ശമ്പാരയുള്ള ബാക്കി ആളുകളും ചേർന്നിട്ട് ദീപികനെ ആ ഒരു വാഹനത്തിൽ ശമ്പാരയിലേക്ക് കൊണ്ടുപോവുകയാണ്. ശമ്പാരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദീപിക സേഫ് ആണ്. പിന്നീട് അവിടെ കാണിക്കുന്ന പറഞ്ഞാൽ പ്രഭാസനാണെങ്കിൽ വാശി കയറും. അതായത് എങ്ങനെയെങ്കിലും ദീപികനെ അവർക്ക് പിടിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനാണെങ്കിൽ പുള്ളിയുടെ കയ്യിലുള്ള എല്ലാ പൈസയും ആ ഒരു വാഹനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു ബുജീനെ ഒരു അൾട്രാ പ്രോമാക്സ് ലെവലിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അത് ആ ഒരു വാഹനം പണി നിറങ്ങി കഴിഞ്ഞിട്ട് അതിന്റെ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള നീക്കത്തിലൂടെ പ്രഭാസ് ശമ്പാര കണ്ടെത്തുകയും അവിടേക്ക് ബുജിയായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അവിടെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അത് തന്നെ ദീപികനെ കടത്തിക്കൊണ്ട് പോകാനായിട്ടാണ് പ്രഭാസ് അവിടേക്ക് വരുന്നത്. ആ സമയത്ത് തന്നെ ശമ്പാരയിലെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കോംപ്ലക്സിൽ വർക്ക് ചെയ്യുന്ന സൈന്യങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിന് മെയിൻ ആയിട്ടുള്ള ഒരാളും വരുന്നുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അശ്വത്ഥമാവ് ഉണ്ടെന്നും അശ്വത്ഥമാവ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അതിനായിട്ട് പുള്ളിക്കാരൻ പ്രത്യേക ഒരു ആയുധമായിട്ടൊക്കെയാണ് വരുന്നത്. ആ ഒരു ആയുധം എന്ന് പറഞ്ഞാൽ സുപ്രീം ആണെങ്കിൽ ഇയാൾക്ക് കൊടുത്തൊരു ആയുധമാണ്. അങ്ങനെ ആ ഒരു പവർ വെച്ചിട്ട് അശ്വത്ഥമാവിനെ നേരിടാനൊക്കെ കഴിയും. ആ സമയത്ത് ശോഭനയുടെ ഒക്കെ ഒരു അടിപൊളി ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അശ്വത്ഥമാവാണെങ്കിൽ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സുപ്രീം കൊടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ആയുധം
വെച്ചിട്ട് അശ്വത്ഥമാവാണെങ്കിൽ അവരുടെ മുന്നിൽ തോറ്റു പോവുകയാണ്. അശ്വത്ഥമാവനാണെങ്കിൽ അവർ ഒരു ചെങ്ങലയിൽ ബന്ധിച്ച് നിർത്തുകയാണ്. അങ്ങനെ പുള്ളിക്കാരനാണെങ്കിൽ അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ടെസ്റ്റ് നടക്കുകയാണ്. അതായത് അശ്വത്ഥമാവന്റെ കയ്യിൽ നമ്മൾ എപ്പോഴും ഒരു വടി കാണാറുണ്ട്. ആ ഒരു വടിക്കാണ് പ്രത്യേകിച്ച് പവർ ഒന്നും ഇല്ലാത്തതായിട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് ആ ഒരു വടിക്ക് ഒരു പവർ കിട്ടുകയാണ്. ആ ഒരു പവർ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ അശ്വത്ഥമാവന്റെ സ്റ്റിക്ക് അല്ല, അത് മഹാഭാരത സമയത്ത് കർണന്റെ ആയുധമായിരുന്നു ആ ഒരു സ്റ്റിക്ക് എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു ആയുധത്തിന്റെ പവർ യൂസ് ചെയ്യാൻ കഴിയുന്നത് കർണന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഒരു ഫൈറ്റിന്റെ ഇടയ്ക്ക് അശ്വത്ഥമാവന്റെ കയ്യിൽ നിന്ന് ആ സ്റ്റിക്ക് തെറിച്ചു പോകുന്നുണ്ട്. ആ ഒരു സ്റ്റിക്കിന്റെ പവർ തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിക്ക് ആണെങ്കിൽ കർണൻ സ്പർശിക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റിക്കിന്റെ പവർ തിരിച്ചു കിട്ടുകയുള്ളൂ. അശ്വത്ഥമാവും പ്രഭാസും തമ്മിലുള്ള ഫൈറ്റിന്റെ ഇടയിൽ പ്രഭാസ് ആണെങ്കിൽ തെറിച്ചൊരു സ്ഥലത്ത് പോയി കിടക്കുകയാണ്. അവിടേക്ക് ഒരു കാറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് പ്രഭാസിന്റെ കയ്യിലേക്ക് ആ ഒരു സ്റ്റിക്ക് വന്ന് വീഴുകയാണ്. പ്രഭാസിന്റെ കൈ അതിലേക്ക് സ്പർശിക്കുന്ന സമയത്ത് അതിന് വീണ്ടും ആ ഒരു പവർ തിരിച്ചു കിട്ടുകയാണ്. അപ്പോൾ തന്നെ പ്രഭാസ് അവിടുന്ന് ചാടി എഴുന്നേറ്റ് കോംപ്ലക്സുള്ള എല്ലാവരും അടിച്ച് തകർക്കുകയാണ്. അത് അടിപൊളി രംഗമാണ്. എടുത്തു വെച്ച രീതികളൊക്കെ വേറെ ലെവലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ മസ്റ്റായിട്ട് നമ്മൾ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ് എടുക്കുന്നത്. മഹാഭാരതത്തിലെ കർണൻ ചെയ്ത റോൾ എന്ന് പറഞ്ഞാൽ പ്രഭാസ് ആണ് ചെയ്തിട്ടുള്ളത്. അതായത് പ്രഭാസ് ആണ് കർണന്റെ പുനർജന്മമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മഹാഭാരത സീരിയലിൽ അർജുനായിട്ട് വരുന്നത് വിജയ് ദേവരകൊണ്ടയാണ്. അതൊക്കെയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇയാൾ തിരിച്ച് ആ ഒരു പ്രഭാസിന്റെ ക്യാരക്ടറായുള്ള ഭൈരവനിലേക്ക് മാറുകയാണ്. അശ്വത്ഥഭാവ് ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം തന്റെ മിത്രമാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് വിചാരിച്ചിട്ട് പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഭൈരവൻ എന്ന ക്യാരക്ടറിലേക്ക് മാറിയ പ്രഭാസ് ആണെങ്കിൽ വീണ്ടും ആ ദീപികനെ പിടിച്ചു കൊടുത്ത് കോംപ്ലക്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ദീപികനെ ആ ഒരു വാഹനത്തിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കടന്നു കളയാൻ നോക്കുകയാണ്. അപ്പോൾ തന്നെ അശ്വത്ഥമാവാണെങ്കിൽ ബന്ധിച്ചിരിക്കുന്ന ആ ഒരു ചെങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് ആ ഒരു വാഹനത്തിൽ കയറി പിടിക്കുന്നുണ്ടെങ്കിലും ആ ഒരു വാഹനത്തിന്റെ പവർ മാക്സിമം എടുത്തിട്ട് പ്രഭാസ് ആണെങ്കിൽ അവിടെ നിന്ന് കടന്നു കളയുകയാണ്. അങ്ങനെ സിനിമയുടെ അവസാന ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് കമലഹാസന്റെ റോള് കാണിക്കുന്ന സമയത്ത് കമലഹാസന്റെ ആ ഒരു രൂപം മാറിയിട്ട് വേറൊരു പുതിയ രൂപത്തിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ആ ഒരു സെറം എക്സ്ട്രാക്ട് ചെയ്ത സമയത്ത് അതിന്റെ ഒരു അംശം മാത്രമേ എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ ഒരു എക്സ്ട്രാക്ട് ചെയ്ത ആ ഒരു സെറം വെച്ചിട്ട് കമലഹാസൻ ആണെങ്കിൽ തന്റെ ദേഹത്തേക്ക് അത് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൽക്കി എന്ന അവതാരത്തിന്റെ ചെറിയൊരു പവർ കമലഹാസന് കിട്ടുകയാണ്. അതായത് മഹാഭാരത പ്രകാരം കൽക്കി എന്ന അവതാരമാണ് ഏറ്റവും പവർഫുൾ. അപ്പോൾ ആ കൽക്കി എന്ന അവതാരമാണ് പുനർജനിച്ച് ദീപികയുടെ വയറ്റിൽ വരുന്നത്. അതിന്റെ സെറം എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു അംശം മാത്രമേ എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ആ ഒരു അംശം വെച്ചിട്ടാണ് കമലഹാസൻ ഈ കൽക്കി എന്ന അവതാരമായിട്ട് മാറുന്നതും ആ ഒരു പവർ കിട്ടുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയുടെ അവസാന ഭാഗം എത്തുമ്പോഴത്തേക്കും കൽക്കിയായിട്ടൂടെ മാറുന്നത് കമലഹാസനാണ്. അതായത് പൂർണ്ണമായിട്ടുള്ള പവർ ഇല്ല, അതിന്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോലും അത് ഭയങ്കര പവർഫുൾ ആണ്. ഇനി നമുക്ക് ഈ സിനിമയുടെ അടുത്ത പാർട്ടുകളിൽ കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഈ കൽക്കി എന്ന അവതാരത്തിന്റെ പവർ വെച്ചിട്ട് കമലഹാസനും അശ്വത്ഥമാവും അതുപോലെ തന്നെ പ്രഭാസും തമ്മിലുള്ള ഫൈറ്റിംഗ് ആയിട്ട് നമുക്ക് ഇനി വരുന്ന പാർട്ടുകളിൽ കാണാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാർ ഇത്രയൊക്കെയാണ് കൽക്കി 2898 AD എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് പോയി സിനിമ കാണുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുവിധ സ്പോയിലർ ആണ്. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ കുറച്ച് യാഥാർത്ഥ്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുക. അപ്പോൾ ഓക്കെ, ബൈ.